സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന രാധിക ജീവ വിവാഹത്തിൻ്റെ പ്രമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള മഹാ എപ്പിസോഡായിട്ടാണ് സ്നേഹപൂർവ്വം ഷാമയിലെ വിവാഹ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത്. രാധികയുടെ വിവാഹമാണ് നാളെ എന്ന് വരുൺ തിരിച്ചറിയുവാണ് കേട്ടോ. ഇതറിയുന്ന വരുണിന് ഈ വാർത്ത ഒരിക്കലും താങ്ങാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഈ കാര്യം സത്യമാണെന്നറിഞ്ഞ് വരുൺ നേരെ ചെല്ലുന്നത് പ്രിയങ്കയുടെ അരികിലേക്കാണ്. രാധികയുടെ വിവാഹമാണെന്നുള്ള കാര്യം എന്താ എന്നെ അറിയിക്കാഞ്ഞത്? അതെന്താ ഞാൻ അറിയണ്ടേ എന്ന് പ്രിയങ്കയോട് പൊട്ടിത്തെറിച്ച് ചോദിക്കുകയുണ്ടോ വരുൺ. അന്നേരം പ്രിയങ്ക തിരിച്ചു ചോദിക്കണേ, അതിന് നിങ്ങൾ രാധികയുടെ ആരെങ്കിലും ആണോ? ചേച്ചിയുടെ വിവാഹം നാളെ രാവിലെയുള്ള മുഹൂർത്തത്തിൽ നടക്കും. വരൻ ആരാന്നറിയൂ? ജീവ. അത് കേൾക്കുന്നതും ഭ്രാന്ത് മൂത്ത വരുൺ പ്രിയങ്കയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുവാണ്ടോ. ഈ സമയം പ്രിയങ്ക ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് നിങ്ങളുടെ കാലിൻ്റെ അടി കിടക്കുന്ന വേറൊരു അടിമയാണ് ഞാനെന്നോ? അല്ലെങ്കിൽ തന്നെ എൻ്റെ ചേച്ചിയുടെ വിവാഹക്കാര്യമൊക്കെ നിങ്ങൾ അറിയിക്കാൻ നിങ്ങൾ ആരാണ് അവരുടെ? ഈ സമയം വരണാണെങ്കിൽ ഒട്ടും സമയം കളയാതെ കാറെടുത്ത് അവിടെ നിന്നും തിരിച്ച് പുറപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിനായിട്ട് വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് അമ്പലത്തിലേക്ക് എത്തുന്ന രാധികനെയാണ്. ഈ സമയം രാധികയും കൂട്ടി യശോദയും മുത്തശ്ശിയൊക്കെ അമ്പലത്തിൽ ചുറ്റി നടന്ന് പ്രദക്ഷിണം നടത്തുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. ഈ സമയം രാധിക ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഈ നടയിൽ നിന്ന് ജീവനോടെ എന്നെ ആരും കൊണ്ടുപോകരുത്. ഈ താലി എൻ്റെ കഴുത്തിൽ നിന്ന് അഴിക്കേണ്ടി വന്ന് മറ്റൊരാളുടെ താലി കെട്ടേണ്ടി വന്ന അതിലും നല്ലത് ഞാൻ ഈ നടയിൽ കിടന്നതിന് മരിക്കുന്നതാണ്. അങ്ങനെ മരിക്കേണ്ടി വന്നാൽ പോലും ജീവയുടെ താലിക്ക് മുമ്പിൽ താൻ തല കുനിച്ച് കൊടുക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ രാധിക എത്തുവാണ്. ഈ സമയം മുത്തശ്ശി യശോദയൊക്കെ രാധികയുടെ മനസ്സ് മാറാതിരിക്കാൻ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ജീവയും ജീവയുടെ ബന്ധുക്കളും എല്ലാവരും അമ്പലത്തിലെത്തുവാണ്. അന്നേരം ദേവൻ പറയുക, മുഹൂർത്തമായി നമുക്ക് അങ്ങ് താലികെട്ട് നടത്താം. അങ്ങനെ രാധികയും ജീവനും നടയുടെ നടുവിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുവാണ്. ഈ ഒരു സമയത്ത് തന്നെ വരുൺ അമ്പലത്തിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഓടിയിറങ്ങി അമ്പലത്തിൻ്റെ അകത്തേക്ക് ഓടിക്കയറി വരുവാണ് വരുൺ. ഈ സമയത്തെല്ലാം രാധികയുടെ മനസ്സിൽ വരുൺ പറഞ്ഞൊരു വാക്കുകളാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കും. അങ്ങനെ ആ വാക്കുകളൊക്കെ മനസ്സിലോർത്ത് നീറിപ്പുകഞ്ഞ് നിൽക്കുവാണ് കേട്ടോ രാധിക. ഇതേ സമയം പൂജിച്ച താലി ദേവൻ്റെ കയ്യിൽ നിന്നും ജീവ വാങ്ങുവാണ്. അങ്ങനെ വരുണകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച താലിയും പിടിച്ച് ജീവ അത് രാധികയുടെ കഴുത്തിൽ കെട്ടാനായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് വരുൺ അങ്ങോട്ടേക്ക് ഓടിക്കയറി വരുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് യശോദയും മുത്തശ്ശിയും ദേവനും എല്ലാവരും അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ എന്താണെങ്കിലും ആ വിവാഹം എങ്ങനെയോ മുടങ്ങിയിട്ടുണ്ട്. വരുണിനി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണോ വിവാഹം മുടങ്ങിയത്? അതോ താലി കെട്ടാൻ വന്ന ജീവയെ രാധിക തന്നെയാണ് തടഞ്ഞത്? അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താണെങ്കിലും ആ മഹാ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. യശോദയുടെ മുത്തശ്ശിയുടെയൊക്കെ ഞെട്ടിൽ കണ്ടിട്ട് വരുൺ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കാനാണ് സാധ്യത. ഈ ഒരു കമ്മിങ് സൂൺ പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്